തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് പോകുന്നുണ്ട്. മേയർ ആരാണെന്നുള്ള തീരുമാനമൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അതിന്മേലാണ് ചില അസ്വസ്ഥതകൾ പുകയുന്നത്. ഇന്നാണ് കോർപ്പറേഷൻ മേയറെ തെരഞ്ഞെടുക്കേണ്ട ദിവസം. പക്ഷേ തൃശ്ശൂരിൽ ഇപ്പോഴും കോൺഗ്രസിൽ തർക്കം തീർന്നിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞിരിക്കുകയാണ് ലാലി ജെയിംസ്. രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനുള്ള വിപ്പ് ലാലി ജെയിംസ് കൈപ്പറ്റിയിട്ടില്ല. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ലാലിയെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മുൻപരിചയമില്ലാത്ത ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം. നട്രാജ് പരശുരാം അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകും. നട്രാജ്, ലാലി ജെയിംസിന്റെ പേരായിരുന്നു നേരത്തെ പ്രധാന പരിഗണനയായി കേട്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് നിജി ജസ്റ്റിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നു. ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പിന്തുണ നിജി ജസ്റ്റിന് വരുന്നു. അങ്ങനെ ഇന്നലെ ജോസഫ് ടാജറ്റ് ആ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ചുമതല ഏൽക്കേണ്ട ദിവസം രാവിലെയും ലാലി ജെയിംസിന് കാര്യമായ എതിർപ്പുണ്ട് എന്നതാണോ ഈ വിപ്പ് ഏറ്റുവാങ്ങാത്തതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ? ലാലി ജെയിംസിന് ശക്തമായ എതിർപ്പുണ്ട്. കയ്യിലുള്ള അർഹിക്കപ്പെട്ട സ്ഥാനം പലരും ചേർന്ന് നിഷേധിച്ചതിന്റെ ഒരു ദുഃഖവും അവർക്കുണ്ട്. ലാലിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. നമ്മോടൊപ്പം ലാലിയുണ്ട്. വിപ്പ് കൈപ്പറ്റിയിട്ടുണ്ടോ? വിപ്പ് ഇതുവരെ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നാളിതുവരെയും നിലകൊണ്ട ഒരാളാണ്. പക്ഷേ അതിൽ ചില നേതാക്കൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഈ നഗരത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നുള്ളത് മാധ്യമങ്ങൾക്കും അറിയാം, ഒപ്പം പൊതുജനങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 15 വർഷം കൗൺസിലിൽ, നീണ്ട 10 വർഷം പ്രതിപക്ഷത്ത് നമ്മൾ ശക്തമായിട്ട് നിലകൊണ്ട് ഈ ഒരു ഭരണം വരാൻ വേണ്ടി ഏറെ കാത്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് ഏത് കോൺഗ്രസ്സുകാരനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ കഠിന പ്രയത്നത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ആ കഠിന പ്രയത്നം നമ്മൾ ഏറ്റെടുത്തത് ഈ ഒരു ഭരണം വരാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യഘട്ട ചർച്ചയിലൊക്കെ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവസാനത്തെ 3 ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും ഒരു പിടി കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലിപ്പോഴും എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് കേവലം 3-4 പേരിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തികളല്ല. അപ്പോൾ ഞാൻ കൂടുതൽ ചിന്തിക്കും, എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ലാലൂർക്കാർ ഇവിടെയുണ്ട്. എൻ്റെ മുന്നിൽ ജനങ്ങളാണ്, എൻ്റെ കൂടെ ജനങ്ങളാണ്. ചേച്ചി, പാർട്ടി ചതിച്ചു എന്നൊരു തോന്നലുണ്ടോ? കാരണം നിങ്ങളാണ് സമരമുഖത്ത് പലപ്പോഴും ഉണ്ടായിരുന്നത്. ആ റോഡിൽ കടന്ന് നിലവിളിച്ചതൊക്കെ ആക്സിഡന്റ് സമയത്ത് നിലവിളിച്ചതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പോലും ഇല്ലാതിരുന്ന സമയത്ത് അതായത് 3-4 പേർ കൂടി ഒരു സമരം നടത്തുന്നു. ആ റോഡിലൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയ ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ ഒരു മേയർ പദവി എന്നുള്ളത് എനിക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം. ഈ തൃശ്ശൂർ നഗരത്തിലെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ആര് മേയറാകണം എന്നുള്ളതിൻ്റെ സർവേ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഞാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ പാർട്ടിയുടെ നിലപാട് ഒരു എന്താ പറയുക, കേന്ദ്ര ഇടപെടൽ, കേരള ഇടപെടൽ എന്നൊക്കെ പറയുമ്പോൾ ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലൊക്കെയാണ് ഇതിന് മുൻകൈയെടുത്ത പ്രമുഖർ എന്ന് ഞാൻ അറിയുന്നു.